സൂപ്പറല്ലേ ബ്രോ? അത് വേണ്ട ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ വിട്ടാലും കണ്ട നല്ല ടെമ്പറിൽ തന്നെ ഉണ്ടോ നല്ല സ്പ്രിങ് ആക്ഷൻ മാതിരി. ഹായ് എല്ലാവർക്കും നമസ്കാരം കേട്ടാ. ഇന്നത്തെ വീഡിയോ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് തെങ്ങുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഓലകളൊക്കെ അതുപോലെ കിട്ടും. അതുപോലെ നമ്മൾ ഇതേപോലെയൊക്കെ എല്ലാ മിക്കവാറും വീട്ടിൽ ഇതുപോലെ ഈർക്കിലൊക്കെ കീറി വെച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ സാധാരണയായിട്ട് ചൂല് കെട്ടുന്ന ഒരു രീതിയുണ്ട്. ആ രീതിയല്ല ഇദ്ദേഹം ഉണ്ടല്ല, എന്നിട്ട് ഏകദേശം ഒരു 12 കൊല്ലത്തോളമായി എൻ്റെ ജീവിതത്തിനുള്ള ഒരു ഹിന്ദിക്കാരനാണ്. ജംറു എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. അപ്പൊ ഇവരെ നാട്ടിലെ ഇവരെ ഒരു ഗ്രാമത്തിലാണ് ഇദ്ദേഹത്തിന്റെ വീട്. അപ്പൊ അവരുടെ നാട്ടിൽ ചൂല് കെട്ടുന്ന ഒരു രീതിയുണ്ട്, അടിപൊളിയായിട്ട് കെട്ടും. അപ്പൊ ആ കെട്ട് എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ കാണിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടി നമ്മൾ ഈ രീതിയിൽ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ചങ്ങോട്ട് എടുത്തിട്ടുണ്ടായി. ഇദ്ദേഹം പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കെട്ടുമ്പിയാണ് നല്ലതാണ് പറയുന്നത്, എങ്കിലും നമ്മൾ ഈ ചേട്ടനോടാണ് കെട്ടിക്കണം. അപ്പൊ നേരെ ആ വീഡിയോയിലേക്ക് കിടക്കല്ലേ നമുക്ക് തുടങ്ങിക്കോ. അടിപൊളിയാണ്ടോ, 1.5 കെട്ടിട്ടോ കെട്ടു. ജംറുട്ടി ഇന്ന് ചൂല് കെട്ടാൻ വേണ്ടി പോവുകയാണ്. അയ്യോ ജംറുട്ടി കെട്ടിക്കാം. ജംറുടെ കെട്ട് നോയിക്കോട്ടെ, 1.5 കെട്ട് എന്ന് വെച്ചാൽ അടിപൊളി കെട്ടാണ്. പ്രത്യേകം ശ്രദ്ധിക്കണോട്ടെ കെട്ടുന്ന രീതികളൊക്കെ. ഫസ്റ്റ് തന്നെ അത് ഇതേപോലെ ഒരു ചരടിനെ ഇതേപോലെ ഇട്ടുണ്ട് കേട്ടോ ജംറു. അതിനുശേഷം ജംറു ചെയ്യണം ശ്രദ്ധിച്ചോ, ഈർക്കിലി വെക്കണൊക്കെ ശ്രദ്ധിച്ചോട്ടാ. കണ്ട അത് ചെറിയ ചെറിയ പീസുകളാക്കിക്കൊണ്ടാണ് അദ്ദേഹം വെക്കണത്. കണ്ട വെക്കണ രീതി ഉണ്ട് കേട്ടോ. ഫസ്റ്റ് വെച്ച ചരടിൻ്റെ മുകളിലാണ് ആദ്യം കുറച്ച് ഭാഗം വെച്ചത്, പിന്നെ അതിനെ ക്രോസ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം വെക്കണത്. കണ്ട പിന്നെ വെക്കണം ശ്രദ്ധിച്ചോട്ടോ, ഒരു ഭാഗം പ്രത്യേകം ശ്രദ്ധിച്ചോ, വെക്കണ രീതി ശ്രദ്ധിച്ചോ. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ചൂല് കെട്ടാണ്ട് ഈ കാണുന്നത്. അതായത് എനിക്ക് കൺസെഷനാണ്. അപ്പോൾ ഇദ്ദേഹം എപ്പോഴും ചൂല് കെട്ടാറുണ്ട്, ഒരുപാട് ലൈഫ് കിട്ടാറുണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് ഇതേപോലെ നമുക്ക് ലൈഫ് കിട്ടാറില്ല. അതുപോലെ തന്നെ മുറ്റടിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പതുക്കൊന്ന് പരത്തി കൊടുത്താൽ നമുക്ക് ഇതേപോലെ ഇറുക്കി അടിക്കാൻ പറ്റുള്ളൂ. ഇതങ്ങനെയല്ല കേട്ടോ, ഓൾറെഡി അടിപൊളിയായിട്ട് വരും. കെട്ട് കഴിയുമ്പോൾ നമുക്കറിയാം. നോക്കിക്കോട്ടെ, ശ്രദ്ധിച്ചോ, ആൾ വെക്കണ രീതിയിൽ ശ്രദ്ധിച്ചോ. ആ ചേടിൻ്റെ മുകളിലാണ് ആളിങ്ങനെ ക്രോസ് ചെയ്ത് വെക്കണണ്ട. കണ്ട ഇരിപ്പണ്ട ഷേപ്പുണ്ട് ഇതിൻ്റെ, ഈ ഷേപ്പിലാണ് ആളിരിക്കണ. കണ്ട കെട്ടെന്ന് പറഞ്ഞ 1.5 കെട്ടാണ്. ജംറുട്ടിയാണ് ഇരിക്കുന്നത്. ജംറു അച്ഛേ ഓക്കെ. ജംറു വളരെ ഹാപ്പിയാണ് കേട്ടോ. ആൾ ഇന്ന് നാട്ടിൽ പോകാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ നാട്ടിൽ പോകണേക്കാട്ടി മുമ്പ് ഞാൻ ആ വർക്കൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ്. കണ്ട ആ വെക്കണേനൊക്കെ ഒരു ഓർഡർ ഉണ്ട് കേട്ടോ. സംഭവം തെങ്ങ് കേരളീയൻ്റെ ആണെങ്കിലും കെട്ട് ഹിന്ദിക്കാർ കെട്ടുമ്പോഴാണ് സൂപ്പറാവണം കേട്ടോ. ഓക്കെ देखो अरे 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 वेट देखो ये एरेसिन है एरेसिन में इधर आएगा. ओके देखो वेट देख कटो ओके जम्रू कटिको. ഓക്കെ ലൂസായിട്ടാണ് കെട്ടണേ അല്ലേ? ആ വെയിറ്റ് ഇതൊക്കെ നല്ല ലൂസിലാണ് ആൾ കെട്ടിയേക്കണേ. ഓക്കെ ആ ലൂസ് ഒന്ന് കാണിച്ചേ. ഓക്കെ നോക്കിക്കോ. ചെയ്തോ ആ ഓക്കെ നല്ല ലൂസായിട്ടാണ് ആൾ ചെയ്തത്. അതൊക്കെ ഇതാണ് കളി. സത്യത്തിൽ ഞാനിപ്പോഴാണ് കേട്ടോ കാണുന്നത്. ചുരുട്ടേണ്ടാണ്. വാവ് അടിപൊളിയല്ലേ ജംറു? ചേട്ടൻ നോക്കിയേ. ഓക്കെ ആ വൈൻഡിങ് വെയർ ആകുമ്പോൾ ഇതേപോലെ വലിച്ചു കഴിഞ്ഞാൽ നല്ല ടൈറ്റ് ആയിരിക്കുള്ളൂ എന്നാണ് ജംറു പറയണത്. കമ്പി എടുത്ത് കൊടുത്തിട്ട് ആൾക്ക്, പക്ഷേ അത് വീഡിയോയിലുണ്ടല്ല ഇതേപോലെ കാണില്ല. ഒരു ചിലത് എട്ടമ്പി ആയാലും കാണൂല. അപ്പോൾ അതാണ് ഞാൻ ഈ റോപ്പ് എടുത്തത്. വീഡിയോ കാണുന്നതിന് വേണ്ടിയാണ് എടുത്തത്. പക്ഷെ അത് എടുത്തത് ഇപ്പോൾ അബദ്ധമായി എന്ന് തോന്നുന്നു. കാരണം ആൾക്ക് പണിയെടുക്കാൻ കുറച്ച് സമയം പിടിക്കുന്നു. പിടിക്കണോ ജംറു സെൻറ്റർമെറ്റായിട്ട്? ഓക്കെ പ്ലാസ്റ്റിക് കൊല്ലേ മുറുകൂല എന്നാണ് ആൾ പറയണത്. വൈൻഡിങ് വേറെ അച്ചായല്ലേ അല്ലേ കെട്ടുകമ്പി? ജംറു കെട്ടുകമ്പി ഒന്ന് പറഞ്ഞ കെട്ടുകമ്പി എന്ന് പറയുന്നത് പോലെ കെട്ടുകമ്പി അച്ചായ കെട്ടക്കമ്പി അച്ചായ ഏ ജംറു പോലെ. ജംറു 12 കൊല്ലത്തോളം ഏകദേശം ഈ പറയാൻ. പക്ഷെ മലയാളം ഞാൻ അവിടെ ഹിന്ദി പറഞ്ഞുകൂടാ, പുള്ളി മലയാളവും പഠിച്ചിട്ടില്ല. ഏതാണ്ടൊക്കെ ഒരു ഭാഷ അങ്ങാണ്ടാണ് സംസാരിക്കും. നോക്കട്ടെ ബാക്ക് സൈഡ് देखो बैक साइड देखो चूल में बैक साइड
ബാക്ക് സൈഡ് സൈഡ് ഒന്ന് നോക്കട്ടെ ജംബ്രു. ഓക്കെ, ഇതൊക്കെ ബാക്ക് ഇങ്ങനെയായിട്ട് അവസ്ഥ കണ്ട ആളത് ക്രോസ് ചെയ്ത് വെച്ചപ്പോൾ അതിനെ എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ സെൻറ്ററിൽ കണ്ട സെൻറ്ററിൽ മാത്രമായിട്ട് ഒരു ഭാഗവും ബാക്കിയുള്ളതൊക്കെ സൈഡിലേക്ക് ഇങ്ങനെ സർക്കിളായിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ എൻ്റെ അഗ്രഭാഗം കണ്ട മറ്റേ നമ്മൾ ചൂല് കെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ കൈ കൊണ്ട് പിരിച്ചു കൊടുക്കണം സാധാരണ ചൂലിനെ. ഇതേപോലെ ഇതങ്ങനെയല്ല, ഇത് പെർമനൻ്റ്ലി ഓക്കെ, സംഭവം സൂപ്പറായി. ഇനിയാണ് ജംബ്രുവിൻ്റെ കലാപരിപാടികൾ തുടങ്ങാൻ വേണ്ടി പോണത്. ശ്രദ്ധിച്ചോട്ടാ, എടുക്കുന്ന രീതിയിൽ ശ്രദ്ധിച്ചോ ഇനി നോക്കിയാൽ ഇതുമെന്നുള്ള വള്ളി ഇങ്ങോട്ട് എടുത്തൊക്കെ ഉണ്ടാണ്. വേറെ വള്ളി കിട്ടിയാലും മതിയാവും, തന്നെ വേണമെന്നില്ല. പക്ഷേ അതിന് എന്തെങ്കിലും മെത്തേഡ് ഉണ്ടോ എന്ന് നമുക്കറിയില്ല ഇനി. ഓക്കെ, അടിപൊളി ടൈറ്റ്. ഞാൻ പിടിക്കാം, ഞാനും കൂടി കളിച്ചു. അങ്ങോട്ട് മുറുക്കട്ടെ, ഒന്നൊന്നര മുറുക്കണം കേട്ടാ. ഓക്കെ, ടൈറ്റ് ഔട്ടാണ്. വെറുതെ എല്ലാ വള്ളി അങ്ങോട്ട് ഇട്ടതല്ലേ. ശരി, അതിൻ്റെ ഉള്ളിൽ കൂടെ കോർക്കുകയാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം. കുറച്ച് ഈർക്കിലെടുത്തിട്ട് നമ്മുടെ വീട്ടിൽ തെങ്ങുണ്ടെങ്കിൽ ഓല മടൽ വെട്ടിക്കീറി ഈർക്കിലിയാക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കോ, അടിപൊളിയാണ്. പിന്നെ അടിപൊളി ടൈറ്റ് ജംബ്രൂട്ടി ആൾ നല്ല 1.5 ജംബ്രൂ ഇരിക്കണം കേട്ടോ. ഒരിക്കലും ചിട്ടിട്ടുണ്ട്. ഇത് കണ്ട, ഞാൻ നേരത്തെ കണ്ടപ്പോൾ ഒരു ഹോളായിരുന്നു. ഇപ്പോൾ നോക്കിയാട്ടെ അടിപൊളിയായിട്ട് നല്ല പക്കട്ടായിട്ട് ഒരു 1.5 ടൈറ്റ് ആയിട്ടുണ്ട് സംഭവം. നമ്മൾ കിട്ടിയ ടൈറ്റ് ആവില്ലേ, പ്ലാസ്റ്റിക് അതിൻ്റെ ഞാനും കിട്ടിയ ടൈറ്റ് ആവില്ല എന്തായിരുന്നാലും. ഇനി ജംബ്രൂവിൻ്റെ കുറച്ച് വിക്രാസുകളുണ്ട്. കലാശ്, അപ്പോൾ നമുക്കിനി ജംബ്രൂൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് പരിപാടി ഉണ്ടായി. തുഞ്ചൊക്കെ ഒന്ന് കട്ട് ചെയ്യിക്കട്ടെ. അപ്പോൾ അവൻ്റെ അടുത്തേക്ക് അന്ന് പോകേണ്ട, പിടിച്ചോട്ടെ വീഡിയോ. സൂപ്പറായിട്ടോ സംഭവം. എൻ്റെ പൊന്നെ അടിപൊളി ജംബ്രൂ കൊടുത്ത കൈ കൊടുത്ത. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ജംബ്രൂട്ടിക്ക് കൈ കൊടുത്തേക്കേണ്ട. അടിപൊളി വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി. ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ആൾ കെട്ടുമെന്ന് എനിക്ക് അറിയാമെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗം കണ്ട അങ്ങനെ ടൈറ്റ് കേട്ടോ, നല്ല ടൈറ്റാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരേ ലെയറുകൾ ആള് നേരത്തെ ഫസ്റ്റ് തന്നെ ക്രോസ് ചെയ്ത് വെച്ചില്ല ഓരോന്നോരോന്ന്. അതിൻ്റെ ഒരു ബെനിഫിറ്റാണ് ഇത് ഈ കാണുന്നത്. നല്ല ഇതുണ്ട, ഒരേ ലെയറുകൾ നല്ല ക്രോസ് ചെയ്ത് വന്ന് നല്ല വിരിഞ്ഞിങ്ങനെ നിൽക്കണം, പൂത്തിരിക്കണവരിക്കേണ്ടതുണ്ട. അടിപൊളിയാണ് സംഭവം, സൂപ്പറായിട്ട്. ഇനി തുഞ്ച് കട്ട് ചെയ്യണം, ജംബ്രൂട് കട്ട് ചെയ്യാല്ലേ, പിടിച്ചോ. അപ്പം അടുത്ത കട്ടിലേക്ക് കുറെ വെട്ടാൻ സമ്മതിക്കണ്ട ജംബ്രൂ. റോപ്പ് കട്ട് ചെയ്യട്ടെ, ഇത് കട്ട് ചെയ്യട്ടെ. ലൈറ്റർ കട്ട് ചെയ്തൊന്ന് കട്ട് ചെയ്യാലോ നമുക്ക്. ടൈറ്റ് കേട്ടോ. ഓക്കെ, ജംബ്രൂ സമ്മതിക്കല്ല എന്നെ കൊണ്ട് കട്ട് ചെയ്യാൻ. കാരണം അവൻ്റെ ഒരു വർക്കാണല്ലോ, അതിൻ്റെ അകത്ത് ഒരു ആത്മാർത്ഥ ഉണ്ടല്ലോ. ആ ആത്മാർത്ഥ ഇതിൽ ഫീലിംഗ് ആണ് കേട്ടോ. അത് പിടിക്കുമ്പോൾ തന്നെ അറിയാം. കട്ട് ചെയ്യട്ടെ. ഓ യാവാ. ഓക്കെ, മനസ്സിലായി. മാറ്റും. അപ്പൊ ഇത് ആളുകളോട് കട്ട് ചെയ്യലെന്ന് ഞാനിവിടെ കട്ട് ചെയ്യാൻ വേണ്ടി പോയാണ്. അപ്പൊ ഇവിടെ കട്ട് ചെയ്യലെന്ന് പറഞ്ഞത് വേറെ ഒന്നല്ല, ഇതാ നമ്മുടെ ഞാച്ചിടാൻ വേണ്ടിട്ട്. ഇതേപോലെ ഭിത്തിമ ഞാച്ചിടും അല്ലേ, ആണിയടിച്ചിട്ട് അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ഇനിയൊന്ന് കുരുക്കിക്കോട്ടെ. ഓക്കെ, അപ്പൊ ഒന്ന് ടൈറ്റ് ചെയ്യട്ടെ ഏട്ടാ. ജംബ്രൂ പുലിക്കുട്ടി നമ്മുടെ ജംബ്രൂ. അപ്പൊ അതൊക്കെ ഇയാളൊന്ന് കട്ട് ചെയ്യട്ടെ. അപ്പൊ ജംബ്രൂ പറഞ്ഞത് എനിക്ക് ഭക്തന മനസ്സിലായില്ല. ജാസ്തി ആയിട്ട് बड़ा हो गया प्रॉब्लम नहीं है. हाँ अच्छा है. छोटा ये जमीन अടിക്കാനല്ലേ. छोटा अच्छा है. वाइट
സൂപ്പറായി. അപ്പൊ നമ്മുടെ ജംറൊട്ടിയുടെ ചൂല് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ്. ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ വിട്ടാലും കണ്ട നല്ല ടെമ്പറിൽ തന്നെ ഉണ്ട്. നല്ല സ്പ്രിങ് ആക്ഷൻ മാതിരിയാണ് ഈ സാധനം വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഇതൊക്കെ നമുക്ക് വരുന്നത് ആ ഫസ്റ്റത്തെ ക്രോസിങ് വെച്ചതിന്റെ പേരിലായിരിക്കും തോന്നുന്നത്. ഈ ഭാഗം കണ്ട അടിപൊളിയായിട്ടിരിക്കുക. നല്ല കമ്പനി സെറ്റിങ് കാര്യമാണ് ചെയ്തേക്കണേ. ഇവരുടെ നാട്ടിൽ ഇങ്ങനെയാണ് നട്ടാ പറയുന്നത്. കണ്ടില്ലേ, നാട്ടിലുള്ളവര് അത് ചെയ്തിട്ടുണ്ട്, ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എല്ലാവരും. അപ്പൊ നമുക്ക് ഇതിന് ട്രയൽ അടിക്കാം. വായോ, ഞാൻ കണ്ടാണ് തന്നെ ഒന്ന് അടിച്ചു നോക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ മുറ്റത്തധികം ഇലയൊന്നും ഇല്ല, കുറച്ച് ഇല ഉണ്ട് ഇവിടെ. നല്ല കിട്ടില്ല. അടിക്കാൻ സംഭവം ഇടുക്കാച്ച് പോലാണ് കേട്ടോ. എനിക്ക് പറഞ്ഞിട്ട് അങ്ങനെ മതിയാവണില്ല കേട്ടാ. ഒന്നും ചെയ്യണ്ട കേട്ടോ, അടിപൊളി സാധനമാണ്. അടിക്കാൻ നമുക്ക് തോന്നും. അതേപോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു പരിപാടി നടത്തിയേക്കണത്. ഇതണ്ട കിൻഡിൽ മനസ്സിലാവും. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, 1.5 പോലെ കേട്ടോ. സൂപ്പറായിട്ട് ജംറൂട്ട് അടിപൊളി. അപ്പോൾ എൻ്റെ ജംറൂട്ടി ഇന്ന് നാട്ടിലേക്ക് പോവുകയാണ്. ഇനി വലിയൊരു നാളെ കഴിഞ്ഞിട്ട് ആൾ വരുള്ളൂ. ഏകദേശം 2 മാസം കഴിഞ്ഞിട്ട് ഇനി ഇവർ വരുള്ളൂ കേട്ടോ. ഒരു കുറച്ച് പേരുണ്ട്. അപ്പോൾ ആ ജംറു ഇന്ന് പോവുകയാണ് അല്ലേ? ഇന്നല്ലേ വേണം അത്. ഓക്കെ, ഒരു ഉഷാറായി വാ. ഒരു ഹായ് പറഞ്ഞു എല്ലാവർക്കും. ഹായ്. സൂപ്പർ. ആഹാ, അടിപൊളി ആർട്ട് വർക്ക് ചെയ്യാട്ടോ. കുറേ ഐഡിയകളാണ് വരുന്നത്. സൂപ്പറായിട്ട് ജംറു അടിപൊളി. എന്താ